നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എരിവില്ലാതെ എങ്ങനെ മീൻകറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിൽ ഒരു പാനിലെടുത്ത് ചൂടാക്കുക. നെക്സ്റ്റ് നമ്മളുടെ ചൂടായിട്ടുള്ള പാനിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അങ്ങനെ നമ്മളുടെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള നല്ല പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഒരിത്തിരി വലുപ്പത്തിൽ അരിഞ്ഞോളണം. അടുത്തതായിട്ട് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് ഇതൊന്ന് വേഗത്തിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തർ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാതും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അമിതമായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അയിലയാണ്. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമുള്ള മീൻ എടുക്കുക. ദെൻ ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി പാനൊന്ന് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഈ മീനൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ എരിവൊന്നും ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുളക് പൊടിയോ ഉണക്കമുളകോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫിഷ് കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിൽ ID വഴി അറിയിക്കേണ്ടതാണ്.